Hello, hi. Welcome to my channel, How to Go There. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും അത് കാണണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഹൗ ടു ഗോ ദെയർ എന്ന ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെടുക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ടൂർ പോകുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ അന്നേരം പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രിക്കോഷനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. കാണാത്തവരൊന്ന് കാണണം കേട്ടോ, കാണാത്തൊന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പ്രത്യേകതരം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേക വീഡിയോ ഒന്നും ടൂറ് പോകുന്ന സ്ഥലത്തെ പ്രത്യേകതകളൊന്നുമല്ല. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇപ്പം എൻ്റെയൊക്കെ ആഗ്രഹമായിരുന്നു ഈ ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത്. ഇത് നമ്മൾ പ്ലെയിനിൽ സഞ്ചരിക്കുക എന്നുള്ള ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. അപ്പം ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പോയിന്റ്സ് ആയിട്ട് ഞാൻ തിരിച്ചിരിക്കുന്ന ഈ എപ്പിസോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പോയിന്റ്സുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചില പോയിന്റ്സ് ചിലർക്ക് അറിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് അടുത്തിലോട്ട് പോകാവുന്നതാണ്. ചാപ്റ്റർ വൈസ് ആയിരിക്കും. അതിന് ചാപ്റ്റർ വൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ബുക്കിംഗ്. നമ്മളൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. കാരണം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ നമ്മുടെ നോർമൽ ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കോസ്റ്റാണ്. ഇപ്പോൾ എന്നെ പോലെ ഒരാൾ സാധാരണക്കാരൻ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനെ പോകുമ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, 3 മാസമോ അല്ലെങ്കിൽ അതിനും കൂടുതലോ ഒരു ഡേറ്റ് പ്രിഫർ ചെയ്താൽ ഈ ഫ്ലൈറ്റ് ചാർജ് നല്ല കുറഞ്ഞിരിക്കും. ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ബാംഗ്ലൂരിലേക്കാണ്, ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ബുക്ക് ചെയ്യാൻ ആദ്യം എടുക്കുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ചാർജ് നല്ല കൂടുതലാണ്. ചിലതൊക്കെ ആണെങ്കിൽ എന്താ പറയണ്ട 20,000, പിന്നെ ചിലത് 48,000, അങ്ങനെയൊക്കെ ഒരുപാട് പല റെയിലും ഈ പ്രൈസ് ഉണ്ട്. പക്ഷെ ഞാൻ 3 മാസം കഴിഞ്ഞിട്ടൊരു ഡേറ്റ് നോക്കിയപ്പോൾ അതിൽ ചിലതിൽ 2,000, ചിലതിൽ 1,500, അങ്ങനെയൊക്കെ ഉള്ള ഒരു റേറ്റ് കണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് ഞാനത് യാത്ര ചെയ്യുന്നത്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ബുക്കിങ്ങിന് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്? 3 മാസം കഴിഞ്ഞൊരു ഡേറ്റ് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സാധനം നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ പോലെ തന്നെയാണ് നമുക്ക് ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഏത് സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈൻ ആ വെബ്സൈറ്റിൽ തന്നെ ഏത് സീറ്റ് എന്ന് കാണാൻ പറ്റും. ഈ സൈഡ് സീറ്റിന്, അതായത് വിൻഡോ സീറ്റിന് നല്ല റേറ്റാണ്. അതായത് കുറച്ചും കൂടെ, ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്നതിന് 1000 രൂപയാണെങ്കിൽ വിൻഡോ സീറ്റിന് കുറച്ചും കൂടെ കൂടും. ഒരു 1,200, 300 അല്ലെങ്കിൽ 500 വരെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം വിൻഡോ സീറ്റ് നല്ല ഇതുള്ള. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യണം. മിനിമം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഫാമിലിയിൽ 4 പേരാണ് പോകുന്നതെങ്കിൽ 2 സീറ്റെങ്കിലും നിങ്ങൾ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. കാരണം നിങ്ങളെ ആൾ തന്നെയാണല്ലോ അത്. അപ്പം നിങ്ങൾ ഫാമിലി 4 പേര് ഒരാൾ അത് തന്നെയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇനി കുറച്ചു നേരം മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലിരിക്കും. കാരണം അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ വരുമ്പോൾ അതും കൂടെ ഇടും ഞാൻ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം, നല്ല രസമാണ് അത് കാണാൻ. ഈ വിൻഡോ സൈഡിൽ നിന്ന് കാണുന്നൊരു കാഴ്ച നല്ല രസമാണ്. ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സമയം കറക്റ്റ് ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ പോകുന്ന ബാംഗ്ലൂർ എന്നൊരു സ്ഥലത്തേക്കാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് പോയിട്ടില്ല. സപ്പോസ് ഞാൻ പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെന്നിറങ്ങുന്ന സമയം രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ബാക്കി ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ടായി വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണം നിങ്ങൾക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ. ഈ രാത്രിയുള്ള ഫ്ലൈറ്റുകൾ വളരെയധികം ചാർജ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി ബുക്ക് ചെയ്യരുത്. മാക്സിമം രാവിലത്തെ ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോകുമ്പോൾ എത്ര കിലോ കൊണ്ടുപോകുന്ന ആ ബുക്കിംഗ് സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്ര നേരം നമുക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് അത് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വിൻഡോ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ദിവസം വരികയാണ്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന ദിവസം. ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും നമുക്ക് വല്ലാത്തൊരു ആകാംക്ഷയൊക്കെയാണ് കേട്ടോ ആ സമയത്ത്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ സാധാരണ ട്രെയിനിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാറിൽ പോയിട്ടുണ്ട്, ജീപ്പിൽ പോയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഫ്ലൈറ്റ് എന്ന് പറയുന്ന വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു സംഭവം തന്നെയാണ്.
അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആ എക്സൈറ്റ്മെൻറ്റോട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 മണിക്കൂർ പ്രയറായിട്ട് പോകണം. ഡൊമസ്റ്റിക് ആണെങ്കിൽ ഇന്റർനാഷണലാണ് സാധാരണ 2 മണിക്കൂർ എന്നൊക്കെ പറയുന്നത്. എങ്കിൽ പോലും ഞാൻ പറയുന്നത് 2 മണിക്കൂർ മുമ്പ് പോകണം എന്നാണ്. കാരണം ആലോചിച്ച് നോക്കുക, നിങ്ങൾ പോകുന്ന സമയം ഇപ്പോൾ രാവിലെയാണ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ട്രാഫിക് കൂടുതലാണെങ്കിൽ നിങ്ങൾ എത്താൻ താമസിക്കും. അപ്പോൾ ബോർഡിംഗ് ഭയങ്കര താമസിക്കും. ബോർഡിംഗ് എന്താണെന്ന് അടുത്ത ചാപ്റ്ററിൽ വരും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എല്ലാ പാക്കേജ് എല്ലാം കൃത്യമായിട്ട് അടുക്കി വൃത്തിയാക്കി വെച്ച് കൃത്യമായിട്ട് ആ ബാഗെല്ലാം ആയിട്ട് തലേദിവസം തന്നെ ബാഗെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. ക്യാബ് നിങ്ങൾ പോകാനുള്ള സ്വന്തം കാറുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് കാറിലേക്ക് പോവുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു കാർ ബുക്ക് ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായിട്ട് വരാൻ പറയണം, ഇന്ന സമയത്ത് വരാൻ പറയണം, കൃത്യമായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾ സമയത്ത് അവിടെ പോവുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവുക. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യണം? അതിന് ബോർഡിംഗ് പാസ് തന്നെയാണ്. അതെ തന്നെ, ബോർഡിംഗ് പാസ് തന്നെയാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ ബോർഡിംഗ് പാസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഉള്ള ബോർഡിംഗ് പാസ് എൻ്റെ കയ്യിലുണ്ട്. ബോർഡിംഗ് പാസ് തന്നെയാണ് എൻ്റെ പേര്. അപ്പോൾ ബോർഡിംഗ് പാസ് എടുക്കണം. എന്താണ് ബോർഡിംഗ് പാസ് എന്ന് വെച്ചാൽ, നിങ്ങൾ കൊണ്ടുപോയ വെയിറ്റിനനുസരിച്ച് അവരെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് അവർ ഇഷ്യൂ ചെയ്യുന്ന ഇത് നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി തൊട്ട് മുൻപ് ഒരു പാസ് ഉണ്ട്. അവരൊരു ആ ഗേറ്റിൽ അത് കൊടുക്കേണ്ടതാണ്. ഈ പാസ് കാണിച്ച് സീൽ ചെയ്ത് മേടിക്കണം. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഒരു പാസ്സാണ് ബോർഡിംഗ് പാസ് എന്ന് പറയും. ഇതാണ് ഞങ്ങൾ എയർ ഏഷ്യ എന്നൊരു ഇതിലാണ് പോയത്. ഇതാണ് നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു അല്ലേ? ഓക്കെ, കാണാൻ പറ്റും തോന്നുന്നു. ഇങ്ങനെ ഒരു പാസ് ഇഷ്യൂ ചെയ്യും അവർ. അപ്പോൾ ഇനിയുള്ള കാര്യം ബോർഡിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ പാക്കേജ് 2 രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ സാധനങ്ങൾ, നിങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഒന്ന് ഈ കാർഗോ, നിങ്ങൾ കാർഗോ ഉദ്ദേശം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഈ കാറിൽ ഡിക്കി എന്നൊക്കെ പറയും പോലെ ഈ ഫ്ലൈറ്റിന് തന്നെ ഒരു എന്താണ് സ്റ്റോറേജ് സ്ഥലമുണ്ട്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഈ സാധനം അവിടെ സൂക്ഷിക്കും. അതുകൂടാതെ നമ്മൾ കയ്യിലും കൊണ്ടുപോകാം. പക്ഷെ കയ്യിൽ കൊണ്ടുപോകാവുന്ന ഈ രണ്ടും നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാൻ കഴിയും. അപ്പോൾ ഈ എന്താ പറയണ്ട, ഈ ഇതിൽ കൊണ്ടുപോകുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റ് കാർഗോയിൽ കൊണ്ടുപോകുന്ന ഒരു വെയിറ്റിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. കയ്യിൽ കൊണ്ടുപോകുന്നതിന് നല്ല ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ കയ്യിലെടുക്കാം. അപ്പോൾ ഒരു ചെറിയ ക്യാമറ എടുക്കാൻ തെറ്റില്ല. പിന്നെ അതുപോലെ മൊബൈൽ ഫോണിന് പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട, എയർപ്ലെയിൻ മോഡായിരിക്കണം അത് ഫ്ലൈറ്റ് കയറുമ്പോൾ. പിന്നെ ചിലർ ഉപയോഗിക്കുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ അറിയില്ല. എങ്കിൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ടാബ്ലറ്റ്സ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതെടുക്കുക. അതൊക്കെ നിങ്ങൾ ഈ ബാഗിൽ സൂക്ഷിക്കും. പക്ഷേ ഒരുപാട് എന്താ പറയുക, അപകടകാരിയുള്ള സാധനങ്ങൾ. അപകടം എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കെറ്റിൽ, ചായ ചൂടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു കെറ്റിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. എവിടെ? നമ്മൾ ടൂർ പോകുന്ന സ്ഥലത്ത്. അപ്പോൾ ആ കെറ്റിൽ ഒരിക്കലും നിങ്ങളെ കൈ കൊണ്ടുപോകാൻ പാടില്ല. പകരം നിങ്ങൾ പാഴ്സൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പാഴ്സൽ ചെയ്യാൻ വേണ്ടി ഒരു ബാഗ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ബാഗിലേ വയ്ക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ചോണം. കാരണം അതൊക്കെ ഉണ്ട്, ലിസ്റ്റ് ഉണ്ട് അതിനൊക്കെ. നിങ്ങൾക്കത് നെറ്റിൽ നിന്നൊക്കെ എടുക്കാം. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം, എന്തൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള അതിനകത്തുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ നിങ്ങളവിടെ ചെല്ലുന്നു, നിങ്ങൾ കൗണ്ടർ കണ്ടുപിടിച്ചല്ലോ. ബോർഡിംഗ് വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവരൊരു പാസ് ഇഷ്യൂ ചെയ്തു. നേരത്തെ ഞാൻ ആ പാസ് കാണിച്ചു, ബോർഡിംഗ് പാസ് ഞാൻ കാണിച്ചു. പാസ് കാണിച്ചതിന് ശേഷം നിങ്ങൾ ആ ബോർഡിംഗ് പാസും കൊണ്ട് ബോർഡിംഗ് പാസിനകത്ത് നിങ്ങൾക്കൊരു സ്ഥലം, ഗേറ്റ് എന്നൊരു സ്ഥലമുണ്ട്. അതായത് ഏത് ഗേറ്റ് നമ്പറിലാണ് നിങ്ങൾക്ക് ഈ ഇഷ്യൂ ചെയ്താൽ നിങ്ങളുടെ ഈ ഫ്ലൈറ്റ് എവിടെ വരുമെന്ന് ആ ഇതിലുണ്ടാവും. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന അന്നത്തെ ഗേറ്റ് 4 ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇനിയൊരു കാര്യം കൊണ്ടുണ്ട്, സെക്യൂരിറ്റി ചെക്കിങ്. അതായത് നിങ്ങൾ ബാഗ് കൈ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ ബാഗിലുള്ള ചില കാര്യങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് കൊടുക്കണം. കംപ്ലീറ്റ് സാധനങ്ങൾ, അതായത് നിങ്ങൾ ഫുൾ ബോഡി ചെക്ക് ചെയ്യും. അവർ ലേഡീസ് ഉണ്ട് അവിടെ, ലേഡീസ് കമാൻഡ് ഓഫീസേഴ്സ് ഉണ്ട്. അതിൽ ജെൻസ് കമാൻഡ് ഓഫീസേഴ്സ് ഉണ്ട്. അവർ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പം നിങ്ങളിരിക്കുന്ന ഈവൻ ഒരു മോതിരമാണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് അവരൊരു ബോക്സിൽ ഇടണം. ചെറിയൊരു ട്രേ തരും. ആ ട്രേയിൽ നിങ്ങളെ ബോക്സ്, വാച്ച്, പേഴ്സ് ഇതെല്ലാം അതിൻ്റെ ഇടുന്നു. കംപ്ലീറ്റ് സാധനം, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഈ ചെയിൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഇടുന്നു. അതിനുശേഷം അതുപോലെ ബാഗ് ഫുള്ള് തുറന്ന് ഈ ക്യാമറ എന്തെങ്കിലും ഉണ്ട് അതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് ഈ പറഞ്ഞ ചെറിയ ബോക്സിലിട്ടിട്ട് അത് കൊടുക്കുമ്പോഴേക്കും അവരത് ചെക്കിങ്ങിന് അയക്കും. അതിനുശേഷം ബാഗും ചെക്കിങ്ങിന് അയക്കും. നിങ്ങളൊരു ചെറിയൊരു സെക്യൂരിറ്റി കവാടമുണ്ട്. ആ കവാടത്തിലൂടെ നിങ്ങൾ കയറുമ്പോൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കയറി അതിലിറങ്ങുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരപ്പം നിൽക്കാൻ പറയാൻ ചെക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ ഈ ഗേറ്റ് 4ലേക്ക് പോകേണ്ടത്. ചെല്ലുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ പറയുന്നത് അവിടുത്തെ ഫുഡ് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ
പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് അല്ലേ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോകാൻ പറ്റുന്നൊരു കാര്യമല്ല ഫ്ലൈറ്റിൽ. അപ്പം അത് ആ എക്സ്പീരിയൻസ് അറിയണം എന്നുള്ള ഒരാൾക്കാർക്ക് തീർച്ചയായിട്ടും പോയി ചെന്ന് ആഹാരം കഴിക്കാം. പക്ഷേ കുറച്ച് കാശ് കരുതിക്കണം, നല്ല എമൗണ്ട് ആവും. എനിക്ക് മനസ്സിലായി നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ എക്സ്പീരിയൻസ് കൂടെ കിട്ടും. അവിടെ തൊട്ടടുത്ത് തന്നെ സീറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഫാമിലിയുടെ അവിടെ ഇരിക്കാം. ബാഗെല്ലാം നിങ്ങൾ ചെറിയ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗെല്ലാം വെച്ച് പേഴ്സ് ബാഗെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് കൃത്യമായിട്ട് ആ സ്ഥലത്ത് വന്ന് നിങ്ങൾ ബോർഡിൻ്റെ ആ ഗേറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോഴേക്കും അവർ നിങ്ങൾ ഇൻഫോം ചെയ്യും, ഇങ്ങനെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ബോർഡിംഗ് പാസ് ആയിട്ട് അവിടെ ചെല്ലാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാസും കൊണ്ട് അവിടെ ചെല്ലുന്നു, നിങ്ങൾ ഇന്ന് പാസ് എടുത്തുന്നു, സീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഇതിൽ കാണിച്ചു എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. 2 സീലുണ്ട്, കണ്ടില്ലേ? 2 സീലുണ്ട്, ആ സീല് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവർ അകത്തേക്ക് കയറ്റിവിടും. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റ് നമുക്ക് അവർ അനൗൺസ് ചെയ്തു, അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വരികയാണ്, നിങ്ങളുടെ ഗേറ്റ് നമ്പർ 4 നിന്ന് അനൗൺസ്മെൻറ്റ് വരികയാണ്, നിങ്ങൾ ചെല്ലണമെന്ന്. അപ്പം നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ കാര്യം ഒന്നും മറന്നു വരുത്, അതെല്ലാം കൃത്യമായിട്ട് തന്നെ സൂക്ഷിക്കുക. അതെല്ലാം കൊണ്ട് നിങ്ങൾ നേരെ എന്താ പറയണ്ട, നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ഈ ഫ്ലൈറ്റിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ആദ്യം ഫ്ലൈറ്റ് കയറി പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ചെറിയൊരു പാസേജ് ഉണ്ട്. ആ പാസേജിൻ്റെ എൻഡിൽ ഫ്ലൈറ്റിൻ്റെ ഡോർ വന്ന് നിൽക്കും. അവരങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഡോർ വന്ന് നിൽക്കും. അപ്പോൾ ആ ഡോറിൻ്റെ അവിടെ വരെ ഈ പാസേജ് ഇങ്ങനെ പോകും. പോയതിന് ശേഷം നമുക്ക് ഈ പാസേജ് കൂടെ നടന്ന് നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറാം. അത് ഞാൻ ഈ വീഡിയോയിൽ ആ ഭാഗത്ത് അത് എന്തായാലും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാസേജ് അവിടെ ഉണ്ട്. പാസേജ് വഴിയാണ് നമ്മളവിടെ ചെല്ലുന്നത്. രണ്ടാമത്തെ കാര്യം, ഇനി വേറൊരു വഴിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൈറ്റിൻ്റെ നമ്മൾ ഈ എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ചെല്ലുന്നു, അവിടെ നിന്ന് ഒരു ബസ് അവർ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു പാസേജ് ഉണ്ടല്ലോ, പാസേജൊക്കെ അവൈലബിൾ അല്ലെങ്കിൽ, ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ പാസേജ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവർ ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു, അവിടെ ചെല്ലാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നേരെ ബസ്സിനകത്ത് കയറ്റി നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി പടിക്കെട്ട് ഉപയോഗിച്ച് നേരെ മുകളിലോട്ട് കയറും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഫ്ലൈറ്റിനകത്ത് കയറുമ്പോഴാണ്. ഫ്ലൈറ്റിനകത്ത് കയറി കൃത്യമായിട്ട് സീറ്റ് കണ്ടുപിടിച്ച് നിങ്ങളവിടെ ഇരിക്കുന്നു. അത് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ കാറിൽ ചിലർ ഇടാതെ പോകാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഡ്രൈവറല്ല, അല്ലാത്ത ആൾക്കാർ. പക്ഷേ എന്നുവെച്ചാൽ പാസഞ്ചേഴ്സ് ചിലർ ഇടാതെ നമ്മൾ കാറിലൊക്കെ സഞ്ചരിക്കും. പക്ഷെ അതുപോലെ അല്ല ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് കുതിച്ച് പൊങ്ങുന്ന സമയത്ത് നമ്മൾ പുറകിലോട്ട് വീഴാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഇടാൻ പറയുന്നത്. ആ ഇൻഫർമേഷൻ തന്നതിന് ശേഷം നമുക്ക് ഫ്ലൈറ്റ് പതുക്കെ ഈ പറയുന്ന പാസേജിൻ്റെ അവിടെ നിന്ന് പതുക്കെ മൂവിന് ശേഷം നേരെ കൊണ്ടുപോയി പിന്നെ എവിടെ നിർത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റൺവേയിൽ നിർത്തി ഈ പ്ലെയിന് നിർത്തിയിട്ട് അവിടെ നിന്നാണ് നല്ല സ്പീഡിൽ വന്ന് പെട്ടെന്ന് കുതിച്ചു പോകുന്നത് ഈ ഫ്ലൈറ്റ്. അപ്പോൾ ഇതാണ് നമുക്കുണ്ട അനുഭവം. നല്ല രസം, അത് ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് ഒരു പ്രിക്കോഷൻ. നമ്മളറിയാമല്ലോ, ടു ഗോ ദേറിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ്, ഒരു പ്രിക്കോഷനാണ്. ചിലർക്കുണ്ടല്ലോ ഈ പെട്ടെന്ന് നമ്മൾ അറിയാമല്ലോ, നമ്മളെ പ്രതലത്തിൽ നിന്ന് പെട്ടെന്ന് പൊങ്ങുന്നതിൻ്റെ ആ ഒരു ഇതിൽ പ്രഷർ ചേഞ്ചസ് ഉണ്ടാവും. എയറിൽ പ്രഷർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ചിലർക്ക് പറയും, അയ്യോ ഇതാ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ്, അങ്ങനെയൊന്നുമില്ല. അതൊന്നുമല്ല പ്രശ്നം. ചിലപ്പോൾ അസുഖമുള്ളവർക്ക് വരുമായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എനിക്കിവിടെ ഇൻഫർമേഷൻ ആണല്ലോ, അത് നല്ലതല്ലേ അത്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ കൊണ്ട അനുഭവം എന്ന് പറഞ്ഞാൽ, കാതടഞ്ഞു പോകും. കാത് പെട്ടെന്ന് കേൾക്കാതെ പെട്ടെന്ന് അടവുണ്ടാവും, കേൾക്കാത്ത രീതിയിൽ അടയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രഷർ ചേഞ്ച് വരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, അതിന് എളുപ്പ വഴി ഒന്ന് നമ്മൾ കാതിൽ കോട്ടൺ, 2 കാതിലും കോട്ടൺ തിരുകിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഇരിക്കുന്നതെങ്കിൽ ആ ഇഷ്യൂ വരത്തില്ല. അല്ലെങ്കിൽ ചൂയിങ്കം എന്തെങ്കിലും ചവച്ചുകൊണ്ടിരുന്നാലും ഇഷ്യൂ വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായില്ല. പിന്നെ ഫ്ലൈറ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് എൻജോയ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് കുറച്ച് ദൃശ്യങ്ങൾ കാണാനുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് കാണാൻ കഴിയും. ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ, എയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പിന്നെ ബെൽറ്റ് ഊരി നിങ്ങൾക്ക് അവരത് പറയും, നിങ്ങൾക്ക് ബെൽറ്റ് റിലീസ് ചെയ്യാം, നിങ്ങൾ റിലാക്സ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ബെൽറ്റ് ഊരി നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ നടക്കുകയോ വാഷ്റൂമിൽ പോവുകയോ അങ്ങനെ എന്ത് വേണം നിങ്ങൾക്ക് അവിടെ കുഴപ്പമില്ല. നിങ്ങൾക്കത് നല്ല സൗകര്യം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് നടക്കാം, പാട്ട് പാടാം, എന്ത് വേണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഫ്ലൈറ്റ് എൻജോയ് ചെയ്യാം, ഫോട്ടോ എടുക്കാം, അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
അപ്പം അതങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം ഇറങ്ങാറാകുമ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായി. അപ്പോൾ ഒരു ഇൻഫർമേഷൻ വരും, പെട്ടെന്നൊരു കോൾ വരും, ഡെസ്റ്റിനേഷൻ എത്താറായി, നിങ്ങളെല്ലാം സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയും. നിങ്ങൾ ഇരിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം പിന്നെ പരിപാടി എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് ഇടുന്നു, നിങ്ങൾ നേരെ ഫ്ലൈറ്റ് ചെന്നിറങ്ങുന്നു, കഴിഞ്ഞു. നിങ്ങളുടെ ആ ഒരു സ്വപ്ന യാത്ര നമ്മളൊന്ന് കഴിയുകയാണ്. എയർപോർട്ടിൽ ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾക്കുണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇറങ്ങി പടിക്കെട്ടിറങ്ങിയാണ് വന്നത്. ഇറങ്ങി നിന്ന് ഒരു ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബസ്സിൽ കയറി നേരെ എയർപോർട്ടിനകത്തേക്ക് എയർപോർട്ടിൻ്റെ അതിൽ കൊണ്ട് ഇറങ്ങി ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറി. രണ്ടാമത് ഞങ്ങൾക്ക് ഈ ഓരോ ഫ്ലൈറ്റിനും ഓരോ നിങ്ങൾ നേരത്തെ നിങ്ങളെ ലഗേജസ് ഉണ്ടല്ലോ, അതെടുക്കാൻ ഓരോ ഏരിയയാണ്. അപ്പോൾ അതവർ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, നിങ്ങൾക്ക് അവിടെ റെഡി ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പോയത് എയർ ഏഷ്യയാണ്, അപ്പോൾ അതിനവിടെ ഇന്ന എയർ ഏഷ്യ ഇത്ര നമ്പർ, അപ്പോൾ അത് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ ലഗേജസ് വരുന്നു, അതെല്ലാം ഒരു ട്രോളിയിൽ നിങ്ങൾ വയ്ക്കുക, നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു, അടുത്തൊരു ക്യാബ് പിടിക്കുക, നിങ്ങളെ സ്ഥലത്തേക്ക് പോവുക. എല്ലാ പേർക്കും നല്ലൊരു ജേണി, നല്ലൊരു യാത്ര നേരുന്നു. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് സഹായിക്കണം. പിന്നെ അതുപോലെ മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള വീഡിയോസും കാണണം. കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ്സ്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഇതിൻ്റെയും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. കാരണം അത് നമുക്കൊരു ഒരു പുതിയ ഒരു സംരംഭം നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഒരു യൂട്യൂബർക്കോ അല്ലെങ്കിൽ ഒരു നടനോ ആർക്കും മുന്നോട്ട് വരാൻ കഴിയില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഹൗ ടു ഗോ ദെയർ. താങ്ക് യു.